നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാഗമണിനടുത്തുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് വാഗമൺ. ഇന്നത്തെ വീഡിയോയിൽ ആ ട്രെക്കിംഗ് സ്പോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാവലിക്കരെന്ന് വന്ന അന്നേരം മാവലിക്കരെന്ന് വരുമ്പോൾ നമ്മൾ നേരെ ഏലപ്പാറ വന്നിട്ട് ചപ്പാത്ത് കുമ്പരികുളത്തും നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വാഗമൺ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഫോറസ്റ്റ് ഏകദേശം 3 മണിക്കൂർ അപ്പ് ഡൗൺ ഉണ്ടല്ലോ. കയറി ഇറങ്ങി വരാം. അപ്പം ഓക്കെ, ഇപ്പം നിലവിൽ വെയിലാണ്, പുല്ലൊക്കെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10-30 കിലോമീറ്ററിന് മുകളിൽ ഇത് ആഹാരം കഴിച്ച് യാത്ര ചെയ്യുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഉറപ്പായിട്ടും പറഞ്ഞ് ഞങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ടും സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഏരിയയാണ്. പിന്നെ ഏറ്റവും നല്ല ലോങ് വ്യൂ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയുടെ ടോപ്പ് വരെ ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ അതിന് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയ ഇല്ലിക്കക്കല്ലിൻ്റെ അത്രയും ദൂരതയിൽ നമുക്ക് നമ്മുടെ കണ്ണെത്തും ദൂരം അങ്ങനെ വേണം പറയാം. ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ടെല്ലാം കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നല്ല ഓടമഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കടുവിന്റെ പരമാവധി ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. നല്ല തിക്ക് തന്നെയാണ്. നമ്മൾ തൊട്ട് ആനയൊക്കെ ഉള്ളതിന്റെ പേര് തൊട്ടടുത്ത് ആന വരാൻ ചാൻസ് ഉള്ളതിന്റെ പേര്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം. കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കിഴക്ക് സൈഡിൽ നിന്ന് നല്ല കാറ്റ് കിട്ടും. പടിഞ്ഞാറ് സൈഡിൽ നിന്ന് മഴയാകുമ്പോഴത്തേക്കും അതിനെക്കഴിഞ്ഞ് ഇരട്ടി കാറ്റ്. അതാണ് ഏറ്റവും വലിയ ഇവിടുന്ന് പേര് തന്നെ വരാം. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇത് കുമരികുളം. നമ്മൾ പോകുന്ന വാഗമനം ട്രക്കിംഗ് എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. വാഗമൺ അല്ല, വാഗമനം ട്രക്കിംഗ് എന്നാണ് നമ്മുടെ പ്രോഗ്രാം. നടന്നു തന്നെ പോകണം. 6 കിലോമീറ്റർ അപ്പാണ്. പിന്നെ ഇപ്പം നിലവില് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കോതപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സാധാരണ അവസാനിപ്പിക്കുക. പക്ഷെ ഇപ്പം നിലവിൽ ഉച്ച കഴിഞ്ഞുള്ള മഴയുള്ളതിൻ്റെ പേരിൽ കോതപാറ സൈഡിലേക്ക് കുറച്ചധികം പാറ തൂക്കായിട്ടുള്ളതിൻ്റെ പേരിൽ നല്ല തെന്നലായിട്ട് കിടക്കുന്ന കാരണം, അതുമല്ല കുഞ്ഞുങ്ങൾ ഉള്ള ആന കറക്റ്റ് വാഗമനത്തിനുള്ളിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഒരു കുട്ടി കാല് തട്ടി. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുമ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ പോയ പാതയിൽ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഗൈഡ് നമുക്ക് അസൈൻ ചെയ്ത ഗൈഡ് ചേട്ടൻ്റെ കൂടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ട്രിപ്പിൻ്റെ റേറ്റ് വരുന്നത് 1250 രൂപയാണ്. മാക്സിമം 6 പേർക്ക് ആ ട്രിപ്പിൽ പോകാം. 6 പേരിൽ കുറവാണെങ്കിലും നമുക്ക് നമ്മളെ അവർ കൊണ്ടുവന്നതാണ്. ബട്ട് 1250 രൂപ പേ ചെയ്യണം. 6 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ കയറി ഏകദേശം ആദ്യത്തെ മലയുടെ ഏകദേശം ടോപ്പിലെത്താറായി. ഞങ്ങൾ വ്യൂസൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ചേട്ടൻ 5 മലകൾ ഇതുപോലെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കിളി വാരി നിൽക്കുകയാണ്. ബട്ട് മുകളിലോട്ട് ചെല്ലും തോറും വളരെ മനോഹരമായ വ്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് മലയുടെ ടോപ്പിലെത്തി ചേട്ടൻ ഞങ്ങളെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ചേട്ടൻ കുറേയേറെ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കണ്ടു നോക്കാം. പശുപ്പാറ ഏതിയുടെ ഭാഗത്തെയാണ് അതിൻ്റെ മുകളിലത്തെ അർജുനൻകുന്ന് പറയും. പള്ളിയുടെ പേര് അക്കര. പള്ളി ഇരിക്കുന്നത് പുളിങ്കട്ടം. പിന്നെ ഇത് കോഴിക്കാനം, അതായത് കോഴിക്കാനം എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. അതായത് അണ്ണന്തപ്പൂങ്കടയിൽ കുറച്ച് മലകളാണ്. പിന്നെ ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ല് ഏറ്റവും പൊക്കമുള്ള ഇല്ലിക്കക്കല്ല് കാണുന്നതാണ് മരം നിൽക്കുന്ന പറയുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തിൽ 2 മല ഉണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് ഇല്ലിക്കക്കല്ലാണ്.
അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ മല കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ 3 മലകൾ കയറണം. മൂന്നാമത്തെ മലയുടെ ടോപ്പിലാണ് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. കയറ്റം കയറാൻ കഴിയാത്തവർക്കും പ്രായമായവർക്കും ഒരിക്കലും ഞാൻ ഈ ഒരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതുപോലെ നല്ലതായിട്ട് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാനുണ്ട്. അതുപോലെ ചെറിയ കുട്ടികളെയും ഈ യാത്രയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെങ്കുത്തായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂടെ വരുന്ന ഗൈഡിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കേണ്ടതാണ്. ആ മലയുടെ മുകളിൽ പോയി ഓവറായിട്ട് ശബ്ദമുണ്ടാക്കുകയോ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയോ അങ്ങനെ പുള്ളി പോകരുത് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അത് നമ്മളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കും. അപ്പോൾ പുള്ളിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം, പുള്ളി പറയുന്ന വഴികളിൽ കൂടി മാത്രം നമ്മൾ നടന്ന് മല കയറുക. അവസാനം ഞങ്ങളുടെ ഫൈനൽ സ്പോട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ദൂരെ അങ്ങ് കാണുന്നത് ഇടുക്കി റിസർവോയറിലെ വാട്ടറാണ്. നമ്മളുടെ ഗൈഡ് നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് തരുന്നുണ്ട്. കാറ്റിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും ക്ലിയർ അല്ല. പറഞ്ഞു. ഏറ്റവും അങ്ങേ അറ്റത്ത് കാണുന്ന മലയാണ് വാഗോണ്ടിൻ്റെ തെക്കുപാലം. അത് ഡാമിൻ്റെ വൈരമണിയാണ്. ഈ വെള്ളം ഏറ്റവും കൂടുതൽ വീതിക്ക് കിടക്കുന്ന വൈരമണി എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ അങ്ങോട്ട് കിടക്കുന്ന കുളമാവ് ഡാമിലോട്ട് പിരിഞ്ഞ് റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ട് വരുന്നത്. ഇത് ഈ തൊട്ട് അക്കരെ കാണുന്ന ഈ മല കിഴക്കളയിച്ച മലയിൽ നിന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ തൊട്ട് അപ്പുറം കുറച്ച് കെട്ടിടങ്ങളും ഇതുമെല്ലാം കൂടെ കാണുന്നതാണ് കണ്ണമ്പടി എന്ന് പറയും. കണ്ണമ്പടി ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. ഒരു 350 കുടുംബത്തിൻ്റെ അടുത്ത്. പിന്നെ അക്കരെ കാണുന്ന മലയാണ് കാൽവരി മൗണ്ട് കരിയാണത്തൊണ്ടെല്ലാം കൂടെ ടൂറിസം മേഖല. പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നാൽ ടൗൺ കാണുന്ന കട്ടപ്പന. നേരെ കാണുന്ന ടൗൺ കട്ടപ്പനയല്ലേ? കട്ടപ്പന ടൗണാണ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന വെളുപ്പം കോഴിമല എന്ന് പറയും. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോവിൽമലയാണ്. അതായത് രാജമന്നാനൊക്കെ താമസിക്കുന്ന സ്ഥലം. ട്രൈബൽ സെറ്റിൽമെൻറ്റാണ് രാജമന്നാനൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആ വെള്ളം കിടക്കുന്ന കാണുന്നതാണ് നമ്മുടെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം. അത്ര ഏരിയ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടുന്ന് കാണാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു വളരെ മനോഹരമായ സ്ഥലം. അപ്പോൾ എല്ലാവരും പോവുക, കാണുക. ഹാപ്പി ജേണി, ഹാപ്പി ട്രെക്കിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.